ഹലോ എവ്രി വൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ ഈ സ്ട്രോബെറീസ് എല്ലാം കണ്ടും തുണ്ടായിട്ട് അരിഞ്ഞു കൂട്ടുന്നത് ഒരു സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. എൻ്റെ സ്ട്രോബെറി ഐസ്ക്രീം കഴിച്ചവരെല്ലാവരും അപ്പോൾ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നൊരു റെസിപ്പിയാണ് ഇതിൻ്റെ റെസിപ്പി. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അതിനായിട്ട് നമ്മൾ വാഷ് ചെയ്ത് വെച്ച സ്ട്രോബെറീസ് എല്ലാം ഒന്ന് അരിഞ്ഞിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അരച്ചു കൊണ്ടുവരണം. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യണം. അപ്പം ഞാൻ ഇതിനകത്ത് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 300 ml വിപ്പിംഗ് ക്രീംസാണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആ ബൗളിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഐസ്ക്രീം റെസിപ്പിക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീം, രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കണ്ടൻസ്ഡ് മിൽക്ക്, മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വാനില എസൻസ്. പിന്നെ നമ്മൾ ഏത് ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും. അതിപ്പോൾ സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി 4th ഇൻഗ്രീഡിയൻറ്റ്, അല്ല ഇപ്പോൾ ബ്ലൂബെറി ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ ബ്ലൂബെറി വിൽ ബി എ 4th ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഒരു റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2:1 റേഷ്യോയിലാണ് ഇവിടെ നമ്മൾ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും എടുക്കേണ്ടത്. അതായത് 2 കപ്പ് വിപ്പിംഗ് ക്രീമിന് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തു. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ് പീക്ക് ഫോം ചെയ്യുന്ന വരെ, അതായത് ഇത് കണ്ടില്ലേ, ഇതിനകത്ത് പീക്സ് ഇപ്പോൾ ഫോം ആയിട്ടുണ്ട്. ഇതുപോലെ പീക്സ് ഫോം ആവുന്നത് വരെ അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, വിപ്പിംഗ് ക്രീം കേർഡിൽഡായി പോവും. അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒരു ടിൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിനകത്തൊരു 395 ഗ്രാം എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇതിനകത്തെ അളവ്. അപ്പോൾ ഞാൻ സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു സ്വീറ്റൻഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അൺസ്വീറ്റൻഡ് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഇവിടെ എല്ലാ സ്റ്റോറിലും സ്വീറ്റൻഡിൻ്റെ ഒപ്പം അൺസ്വീറ്റൻഡും ഇരിപ്പുണ്ട്. നമ്മൾ ഇതിനകത്ത് വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് എപ്പോഴും സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് ഓർക്കുക. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ടല്ലാണ്ട് വേണമെങ്കിൽ വിസ്ക് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ ഇതൊരു സ്ട്രോബെറി ഫ്ലേവേർഡ് ഐസ്ക്രീം ആയതുകൊണ്ട് വാനില എസൻസിൻ്റെ ഫ്ലേവർ കുറച്ച് മതി. അതുകൊണ്ട് ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ വാനില ഫ്ലേവേർഡ് ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പ്യൂരി ആക്കി വെച്ചിരുന്ന സ്ട്രോബെറിയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ബീറ്റർ വെച്ച് മിക്സ് ചെയ്തു. പക്ഷേ എനിക്ക് ബീറ്റർ വെച്ച് മിക്സ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബീറ്ററൊക്കെ മാറ്റി വെച്ച് നമ്മുടെ സ്പാച്ചുല എടുത്ത് അത് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ പാത്രത്തിനകത്ത് നിറഞ്ഞ് നിൽക്കുകയാണ്. കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കുകയെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒരു നല്ലൊരു ടിൻ എടുക്കാം. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് കൂടുതലും യൂസ് ചെയ്യാൻ നോക്കാം. ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനകത്ത്, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനകത്തോട്ട് നമുക്ക് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇതിനകത്ത് കുറച്ച് അലങ്കാരമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സ്ട്രോബെറീസൊക്കെ കട്ട് ചെയ്ത് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സ്ട്രോബെറീസ് ഒന്നും കട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നതിന് മുന്നേ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്ട്രോബെറീസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം ഒപ്പിയെടുക്കുക. അല്ലെങ്കിൽ ഇത് ഫ്രീസായി വന്നു കഴിയുമ്പം ഈ സ്ട്രോബെറി കഷ്ണങ്ങളുടെ മുകളിൽ മാത്രം ചെറിയൊരു ഐസ് ഫോം ചെയ്ത പോലെ ഇരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വാട്ടർ എല്ലാം ഒന്ന് ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ അതുണ്ടാവത്തില്ല. അപ്പം ഞാൻ ഫുൾ ഐസ്ക്രീം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി അലങ്കാരപ്പണി കുറച്ചും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. എനിക്കിത് അതിൻ്റെ ഇടയിൽ ചെറിയൊരു കഷ്ണം കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ചെയ്തതാണ്. അതിനുശേഷം ഇത് അടച്ച് വെക്കുക. എന്നിട്ട് നേരെ ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കാം. ഓവർനൈറ്റ് വെച്ചിട്ട്, ഒരു ദിവസം ഓവർനൈറ്റ് വെച്ചിട്ട് ഞാൻ പുറത്തോട്ട് എടുത്തതാട്ടോ ഈ ഐസ്ക്രീം. നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. നമുക്കിവിടെ വാഫിൾ കോൺസ് വാങ്ങാൻ കിട്ടും. അപ്പം നല്ല മധുരമുള്ള നല്ല യമ്മി ആയിട്ടുള്ള വാഫിൾ കോൺസ് ആണ്. അപ്പം നമുക്കിതിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കിയാലോ. നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല തിക്കാണ്. ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തോട്ട് എടുത്തേ ഉള്ളൂ. കുറച്ച് നേരം ഒന്ന് തണുപ്പ് മാറാതെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് വരും. നമുക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് ഒരു വാഫിൾ കോണിനകത്ത് ഇട്ടിട്ട് നമ്മുടെ ദാവിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ട് കൊടുത്താലോ. അതെന്താ പൊന്നെ? ഐസ്ക്രീം. ദാവി, ഐസ്ക്രീം എങ്ങനെയുണ്ട് ദാവി?
ആന്നോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? എന്റെ ഐസ്ക്രീം ആയത്? ഓ മിടുക്കൻ. സ്ട്രോബെറി ഐസ്ക്രീം. ഗുഡ് ബോയ്. അപ്പോൾ ദാവിക്ക് ഈ ഐസ്ക്രീം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവൻ ഐസ്ക്രീം എൻജോയ് ചെയ്യട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ബായ്. തീർന്നില്ല കേട്ടോ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒപ്പം വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണേ.